ഹലോ. വെക്കേഷനായിട്ട് മുറ്റത്തിറങ്ങി കളിക്കാതെ ഏത് നേരവും പെരേടകത്തിരുന്ന് സിനിമ കാണുവാണ്, ഗെയിം കളിക്കുകയാണെന്ന് പറഞ്ഞ് ഞാൻ വഴക്കിട്ടത് കാരണം രണ്ടുപേരും കൂടി പുറത്തേക്ക് ഇറങ്ങിയാണ്. അപ്പോഴൊക്കെ അവരുടെ കൂട്ടുകാരൻ അപ്പു വന്നു. അപ്പുവിൻ്റെ ബോളാണ്, ഫുട്ബോൾ കളിക്കണം. ബോൾ കൊണ്ട് പുറത്ത് ഫുട്ബോൾ കളിക്കാമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ അവർക്ക് അതറിയില്ല, അത് നടക്കില്ല, ഇവിടെ സ്ഥലം പോരല്ലോ. അവരെറിഞ്ഞ് കളിക്കണത് അവർ കണ്ടുപിടിച്ച കളിയാണെന്ന് തോന്നുന്നു. നടുക്ക് നിൽക്കുന്നവൻ പാറ്റയാണ്. ഈ പാറ്റയ്ക്ക് ബോൾ കൊടുക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞ് കളിക്കുകയാണ്. ഋഷി എത്ര നേരം നടുക്ക് നിന്നത്. ഋഷിയാണ് നടുക്ക് നിൽക്കുന്നതെങ്കിൽ ഋഷിക്ക് ബോൾ കിട്ടില്ല. ഋഷിക്ക് പൊക്കയില്ലാത്തതുകൊണ്ട് ഇവന്മാർ തട്ടുമ്പോൾ അവർക്ക് കിട്ടില്ല. ചുമ ഇതുവരെ മാറിയിട്ടില്ല. ഋഷി ആ ഷീറ്റിലെ വെള്ളം കണ്ടേ, കാറിൻ്റെ മേളിൽ നമ്മൾ ഷീറ്റ് കളിച്ച് കെട്ടിയിട്ടുണ്ടായിരുന്നു കാറിടാനായിട്ട്. അപ്പോഴേക്കും അടുത്ത പണിയിലേക്ക് പോയിരിക്കും. ആ പച്ച ഷീറ്റ് കെട്ടിയിരിക്കുന്നതിൻ്റെ അപ്പുറത്ത് റോഡാണ്. ഞാൻ പറഞ്ഞു റോഡിലേക്ക് ബോൾ തെറിച്ച് വിടുന്നത്. പുല്ലാണ് ചുറ്റും, പുല്ലും ചെടിയൊക്കെയാണ്. അതിനിടയ്ക്ക് പോയി അപ്പുറത്ത് പാടമാണ്. പാടത്ത് പോയാ ചുമ കൊണ്ട് വയ്യല്ലോ കേശു. എപ്പോഴും ഇവിടെ ബോൾ തട്ടി കളിക്കുമ്പോഴത്തേക്ക് ഒന്നെങ്കിൽ ബോൾ അപ്പുറത്തെ വീട്ടിലേക്ക് പോകും, അല്ലെങ്കിൽ പാടത്ത് പോകും. ചെറിയ ബോളൊക്കെ ചില സമയത്ത് അപ്പുറത്ത് കുളത്തിൽ പാഞ്ഞ് എടുക്കണ്ടെന്ന് പറയും. ശ്രാവൺ വിഷമിക്കാൻ തുടങ്ങി. ശ്രാവണിന് ചാടിക്കളിയൊന്നും താല്പര്യമില്ല. ചാടറാ കഴിച്ചു ഒന്നിടല്ല കൊച്ചിനെ. ഋഷിയും അപ്പവും കൂടിയാണ് കളിക്കുന്നത്. ശ്രാവണിന് മറ്റൊരു പേര് കൂടിയുണ്ട്, സൂര്യ എന്ന്. അപ്പോൾ സൂര്യ എന്നാണ് വിളിക്കുന്നത് ശ്രാവണിനെ. അച്ഛൻ വീട്ടിലിട്ട പേരാണ് സൂര്യനാരായണൻ. സൂര്യ എന്ന് എല്ലാവരും വിളിക്കും അവിടെ.